മാസങ്ങൾ അവിടെ ആയിരുന്നപ്പോഴാണ് ദൈവവചനം ഇരുന്ന് പഠിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയത്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വീണ്ടും വീണ്ടും രാത്രിയും പകലും ഇരുന്ന് ഞാൻ വായിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ആവർത്തിച്ച് വായിക്കുകയും അതിന്റെ ക്രോസ് റെഫറൻസ് ബുക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വായിച്ച് ഒരു പാഠം തയ്യാറാക്കുന്ന പോലെ ഞാൻ പാഠങ്ങളിരുന്ന് തയ്യാറാക്കുമായിരുന്നു. അത്ര സന്തോഷം എൻ്റെ ജീവിതത്തിൽ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാം പ്രാവശ്യം വരുവാൻ പോകുന്നു. ഇത് ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം കഴിഞ്ഞ് കർത്താവ് ഞങ്ങളെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു. മണപ്പാറ എന്ന് പറയുന്ന ട്രിച്ചി അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക്. ഒരു ഗ്രാമം, ഒരു കൊച്ചു വീട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റൈൽ മാറി, ശൈലി മാറി, ഞങ്ങളുടെ ജീവിത രീതി മാറി. അന്നത്തെ ഞങ്ങളുടെ സഭയുടെ നിയമപ്രകാരം ഒരു വീട്ടിൽ കടന്നു ചെല്ലുവാനോ അവിടെ ഒരു കാപ്പി മുതലായി കുടിക്കുവാനോ ഞങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ജീവിതമാണ് ഞാൻ ജീവിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഒരു കൊച്ചു വീട്ടില്, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും താമസിക്കുന്ന ഒരു തെരുവീതിയില് എല്ലാം തുറന്നു കിടക്കുന്ന ഒരു കൊച്ചു വീട്, അവിടെ ആളുകളോട് ഇടപഴകി ജീവിക്കുന്ന ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഹല്ലേലൂയ. പലതും അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം സന്തോഷമായിട്ട് മാറി. അവിടെ ആരോടെങ്കിലും ചെന്ന് യേശുവിന്റെ വരവിനെ കുറിച്ച് പറയാമല്ലോ എന്നോർത്ത് വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ പല തടസ്സങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. അവിടെയുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, കൊച്ചുകുട്ടികളെല്ലാം വിളിച്ചുകൂട്ടി അവരെ വൈകിട്ട് കൊണ്ടുപോയി കഥയൊക്കെ പറയിപ്പിച്ച് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും മോക്ഷത്തിൽ പോകുന്നതിനെ കുറിച്ചും യേശു ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും അവരോട് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മമാർ കൂടെ വന്നിരുന്ന് കേൾക്കും. അങ്ങനെ കേൾക്കുന്നവരുടെ മധ്യത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കൂട്ടം അവരുടെ എണ്ണം വർദ്ധിക്കുകയുണ്ടായി. നോക്കണേ, ഞങ്ങളുടെ ശുശ്രൂഷ ഒന്നും അറിയാൻ മേലാത്ത കൊച്ചു കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ദൈവം ആരംഭിച്ചു. അങ്ങനെ ഇനി ചില സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വിളിക്കുകയുണ്ടായി, വീടുകളിൽ വിളിക്കുകയുണ്ടായി. ദൈവം ഞങ്ങളെ വെളിപ്പെടുത്തിയത് വളരെ അത്ഭുതകരമായിട്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ആ പള്ളിയിലേക്ക് പോകുക, അവിടെ ഞാൻ നിങ്ങളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചെന്നറിയാവോ? ഒരു വലിയൊരു ജനക്കൂട്ടം അവിടെ കാണും പള്ളിയില്. അവിടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ്, ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് ദൈവം അത്ഭുതമായിട്ട് അവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ പോവുകയാണ് വിചാരിച്ച് ഞങ്ങളൊക്കെ റെഡിയായി. വൈകിട്ട് 6 മണിക്കാണ് ആ പ്രാർത്ഥന തുടങ്ങുക. എന്നാൽ പള്ളിയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, കത്തോലിക്ക പള്ളി പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിനെ കാണുവാൻ ആഗ്രഹത്തോടെ ഓടിക്കൂടി. അവിടെ ഒരു ഗ്രൂപ്പുമില്ല. എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് മാതാവിൻ്റെ രൂപം, അവിടെ ഓരോ വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഓരോ അൾത്താരയിൽ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് ആളുകൾ ഓരോരുത്തരുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കൊച്ചി ഇതുപോലെയുള്ള ഒരു ഭാഗത്ത് ഒരു 4 പേർ കൂടിയിരുന്ന് എന്തോ പയ്യെ ഇരുന്ന് എന്തോ പ്രാർത്ഥിക്കുകയെന്തോ ചെയ്യുന്നുണ്ട്. അതിൽ 3 പേര് വയസ്സായ കിഴവികൾ, ഒരു വ്യക്തി മാത്രം, ഒരു 45 വയസ്സ് കാണും, ഒരു പുരുഷൻ. ഈ 4 പേര് കൂടിയിരുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഇതായിരിക്കും പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അതിൽ ഒരു വയസ്സായ അമ്മ ഞങ്ങൾ കണ്ടുപോണേ, സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നല്ലോ, സിസ്റ്റർ ഇതോടെ കൂടിക്കോളും, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. ആകട്ടെ, ദൈവം ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാനായിട്ട് കാത്തിരുന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഞങ്ങളിവിടെ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞ ഒരു ദൈവവചന ഭാവം വായിച്ചിട്ട് ഇതിനൊന്ന് വ്യാഖ്യാനിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് ദൈവം എൻ്റെ വായ് തുറപ്പിച്ച് അവിടെയായിരുന്നു ഞാൻ ദൈവവചനം ഒരു പള്ളിയിൽ 4 പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്. ആ ഭാഗം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ളതായിരുന്നു. എൻ്റെ ആത്മാവിനുണ്ടായ സന്തോഷം വർണ്ണിക്കാവുന്നതല്ല. ഹല്ലേലൂയ. എന്നെ അറിയാതെ എൻ്റെ ശബ്ദം ഉയർന്നു. ഞാൻ കണ്ണുകൾ അടച്ചിരുന്ന് ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. എന്തുമാത്രം നേരം ഞാൻ സംസാരിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പല ദർശനങ്ങൾ ദൈവമെന്നെ കാണിക്കുകയും, ഇവിടെ ഇരിക്കുന്ന ഒരു പട്ടുസാരി ഉടുത്തിരിക്കുന്ന ഈ സ്ത്രീ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നിന്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നു, ദൈവം കാണുന്നു, ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നു, നിന്റെ ഭർത്താവ് തിരിച്ചു വരും. എന്റെ മുമ്പിൽ ഒരു പച്ചസാരി ഉടുത്തുള്ള ഒരു വ്യക്തി ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ 3 പേരായിരുന്നു അവിടെ ഇരുന്നത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ കൂടിയിരിപ്പുണ്ട്. അതിൽ പച്ച പട്ടുസാരി ഉടുത്ത ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പല ദർശനങ്ങൾ ദൈവം അവിടെ വെളിപ്പെടുത്തി. അവരെല്ലാവരും ഓടിക്കൂടി, സിസ്റ്റർ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവരോട് ചോദിക്കുകയുണ്ടായി. ദൈവമക്കളെ, ദൈവം അത്ഭുതമായിട്ട് പല കാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അപ്പോഴും അവിടെ ഫാദർ ആയിരുന്ന കത്തോലിക്ക ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ ഫാദർ എന്ന് നമ്മൾ വിളിക്കുകയുണ്ട്. അവിടുത്തെ ഫാദർ ആയിരുന്ന ഫാദർ ജൂഡ് പാൾഡായ്, മദറിന്റെ ഏറ്റവും
ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഫാദറാണ്. മദറിന് ജനറലായിരിക്കുമ്പോൾ വളരെ സഹായിച്ചിട്ടുള്ള രണ്ടുപേരും ഒന്നിച്ച് പല മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഫാദറിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് അവിടെ താമസിക്കുന്നു, വേറെ ഒരു കോൺവെന്റ് അവിടെ ഉണ്ട്, ഞങ്ങളുടെ അവിടെ പ്രവൃത്തിയിൽ അവർ അനുകൂലിക്കണമോ പ്രതികൂലിക്കണമോ, ഞങ്ങളെ അംഗീകരിക്കണമോ അംഗീകരിക്കണോ. അച്ഛനൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഏതായാലും അച്ഛൻ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ ഈ പാരിഷില്, എൻ്റെ ഈ പങ്കില് ഒരു കാറ്റഗിസം എടുക്കുന്ന ഒരു ജോലി ചെയ്യുവാൻ നിങ്ങൾ മുൻവരുവോ, നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം അച്ഛാ. അപ്പോൾ ഒരു അച്ഛൻ പറയുകയുണ്ടായി, തിരുക്കാവലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, അവിടെ ദയവായിട്ട് നിങ്ങൾ ഈ ദിവസം കാറ്റഗിസം പഠിപ്പിക്കാൻ ചെല്ലണമേ. ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ ബസ്സുമില്ല ഒന്നുമില്ല, ഇവിടെ നമ്മളെപ്പാൽ 8 കിലോമീറ്റർ നടക്കണം, എങ്ങനെ പോകുന്നൊന്നും അറിഞ്ഞുകൂടാ, എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി. ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് നേരം അച്ഛൻ പറയുകയുണ്ടായി, സോറി സിസ്റ്റർ, ഞാൻ ബിഷപ്പിനോട് ഒരു വാക്ക് ചോദിച്ചു കൊള്ളട്ടെ. ബിഷപ്പിനോട് ചോദിച്ചു കണ്ട് അച്ഛൻ പറയാണ്, സോറി. ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾ സഭാസ്ഥാപിതമായ ഒരു കോൺവെന്റിൽ താമസിക്കുന്നവരല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ സാധിക്കുകയില്ല. അന്ന് വീണ്ടും ഞങ്ങളുടെ ആത്മാവ് ദുഃഖിച്ചു. കരയുന്ന പോലെ വിങ്ങി പൊട്ടി ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ ചെന്നിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കുന്നു, ഞാനാണ് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അന്നൊരു അത്ഭുതം ചെയ്തു. എന്താണെന്നോ, അടുത്ത ദിവസം രാവിലെ ഒരു സ്ത്രീ ഞങ്ങളെ കാണുവാൻ വന്നു. ആ സ്ത്രീയുടെ പേര് മരിയ സെൽവം. അവർ വന്ന് കതവില് മണിയടിച്ചിട്ട് ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങൾക്ക് വലിയ കതവും കോൺവെന്റിലുള്ള പോലെ വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. അവർ കണ്ട ഉടനെ ഇവര് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ് ഇവര് തന്നെ? ഞാൻ ചോദിച്ചു. അവിടെ അത്ഭുതം, അവരെന്താ പറയുന്ന പോലെ അവർക്ക് അറിഞ്ഞുകൂടാ. നല്ല തടിച്ച ഒരു സ്ത്രീ. അവർ പറഞ്ഞു, സിസ്റ്റർ, നിങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്ന 3 സിസ്റ്റേഴ്സ്, നിങ്ങളാണ് വന്നിരിക്കുന്ന 3 സിസ്റ്റേഴ്സ്. ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ മറ്റു 2 സിസ്റ്റേഴ്സ് ഓടി വന്നു. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വയറ്റിൽ ഒരു കട്ടിയുമായി പല മാസങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, മണപ്പാലയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് ചെയ്യാതെ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. ഇന്നലെ രാത്രി യേശു എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എൻ്റെ വയറ്റിലുള്ള ആ കട്ടി വലിച്ചൂരിയെടുത്ത പോലെ ആ കട്ടി സുഖപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ വയറ്റിൽ വേദനയില്ല. എന്നിട്ട് ദൈവം എന്നെ ഒരു കാഴ്ച കാണിക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കാമരാജർ ശിലയുണ്ട്. സിസ്റ്റർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ അവിടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൂടി ഒരു പ്രൊസഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം യുദ്ധത്തിന് അണിനിരന്നിരിക്കുന്ന ജനം, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പേ 3 സിസ്റ്റേഴ്സ് പോകുന്നുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവരുടെ കൂടെ ചേർന്ന് കൊള്ളുക, അവർ നിന്നെ ശരിയായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. ഞാൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് ഞങ്ങളുടെ കോൺവെന്റിലുള്ള ഒരു സിസ്റ്ററും അല്ല, അവരെ ഞാൻ കണ്ടിട്ടുമില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റു. ഒരു പുതിയ 3 സിസ്റ്റേഴ്സ് ഇവിടെ എങ്ങാനും ഉണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മണപ്പാറയിൽ ഇതിൽ കൂടി നടന്നു പോകുന്ന ദൈവം എന്നെ കാണിച്ചല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളവർ പറഞ്ഞു, ഇവിടെ പുതിയതായിട്ട് ഒരു 3 സിസ്റ്റേഴ്സ് വന്ന് അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, കോൺവെന്റിലൊന്നുമല്ല, ഒരു സിസ്റ്റർ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവർ ആ വഴി ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരികയായിരുന്നു. അവർ വന്ന് കണ്ട ഉടനെ ഈ മുഖം തന്നെയാണ് ഞങ്ങളെ രാത്രി കർത്താവ് എന്നെ കാണിച്ചത്. ഹല്ലേലൂയ. അവരെന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇന്ന് വൈകിട്ട് എൻ്റെ സ്വന്തം സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടത്തുവാൻ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ വരണം. ഞാൻ ചോദിച്ചു, വരാമല്ലോ. ഏത് സ്ഥലമാണത്? തിരുക്കാവലൂർ. തിരുക്കാവലൂരാണ് പോകാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് കൽപ്പന കിട്ടിയിരിക്കുന്ന സ്ഥലം. എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ എതിർത്തുകൊണ്ട് അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, ബിഷപ്പിനെ എതിർത്തുകൊണ്ട് പോകാൻ ഇഷ്ടമില്ല. ഞാൻ പല തടസ്സങ്ങൾ പറഞ്ഞു. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ബസ്സില്ല, അങ്ങോട്ട് വരാൻ പിന്നീടാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരത്തുള്ളൂ, പല തടസ്സങ്ങളും. സിസ്റ്റർ, ഇത് ദൈവം എന്നോട് കൽപ്പിച്ചതാണ്, സിസ്റ്റർ ഇന്ന് തന്നെ വന്നാകണം.